ആകയാൽ ഇന്ന് രാവിലെ വളരെ ഗൗരവത്തോടു കൂടിയും തിരുസാന്നിധ്യ ബോധത്തോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുന്നു. അങ്ങനെയെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എൻ്റെ മെസ്സേജ് ആരംഭിക്കാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. ജീവിത ഭാരങ്ങൾ, ലൈഫ്സ് ബർഡൻസ്. മൂന്ന് വേദഭാഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഭാരമൊഴിഞ്ഞവരാരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ശാന്തമായൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ ഒരു കരങ്ങളും ഉയർത്തപ്പെടുവാൻ സാധ്യതയില്ലെന്ന് വ്യക്തതയോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എല്ലാവർക്കും എന്തുണ്ട്? ഭാരങ്ങളുണ്ട്, എല്ലാവർക്കും വേദനകളുണ്ട്, എല്ലാവർക്കും കഷ്ടതകളുണ്ട്, എല്ലാവർക്കും നിരാശകളുണ്ട്, ജീവിതത്തിൽ പല നഷ്ടബോധങ്ങളുണ്ട്, പല തകർച്ചകൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് രാവിലെ ഭാരമൊഴിഞ്ഞ് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ജീവിത ഭാരങ്ങൾ ദൈവത്തിൻ്റെ വചനവും അഡ്രസ് ചെയ്യുന്നുണ്ട്. കർത്താവാകുന്ന യേശുക്രിസ്തു ഭാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകൾ ദൈവസഭയോടും ദൈവത്തിൻ്റെ മക്കളോടും ഒരുപാട് ഭാരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഈ സകല ഭാരങ്ങളുമായിട്ടാണ് നാം കടന്നു വന്നതെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ നാം ആയിരിക്കുമ്പോൾ ഈ ഭാരങ്ങൾ തലയിൽ ചുമ്മി ഇന്നും ഭാരമായിട്ടിരിപ്പാനായിട്ടല്ല, ആ വേദനകൾ ഓർത്ത് ഉത്കണ്ഠകളിലും ആകുലതകളിലും ആങ്സൈറ്റി സിറ്റുവേഷനിൽ ഇരിപ്പാനുമല്ല, അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഭാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെച്ചുകൊണ്ട് അരുളപ്പാട് എന്താണ് ദൈവത്തിന് സംസാരിപ്പാനുള്ളതെന്ന് ഒരു പ്രാർത്ഥന മനോഭാവത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൈവസഭയോട് പറയുന്നു, God has got something to speak to his people. തൻ്റെ ജനത്തോട് അരുളി ചെയ്യുവാൻ ഒരു ദൈവശബ്ദമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. എന്നോടൊരു ദൈവശബ്ദമുണ്ട്, എന്നോടൊരു ദൈവശബ്ദമുണ്ട്, എന്നോടൊരു ദൈവശബ്ദമുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഈ ആലയത്തിൽ പകൽക്കാലം സ്വർഗം അവസരം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം ഒന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് സംസാരിക്കുന്നത്, എൻ്റെ ജനം എൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. മൈ പീപ്പിൾ ഷാൽ സീ മൈ ഗ്ലോറി. എൻ്റെ ജനം എൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. 3 വേദവാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. 1 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ട് അല്ലെങ്കിൽ പറഞ്ഞാട്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ വിശ്വാസത്തോടൊന്ന് വായിച്ചാട്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 2-ാമത്തെ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം, മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് വിശ്വാസത്തോടൊന്ന് വായിച്ചാട്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം കൊടുത്താട്ട്. 3-ാമത്തെ വേദഭാഗം 1 Peter chapter 5 verse 7. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചാട്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒരിക്കൽ കൂടെ ദൈവമക്കൾ ഒന്ന് വായിച്ചാട്ട്. ദൈവജനത്തോടുള്ള സന്ദേശമാണ് പകൽക്കാല പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടു കൂടെ ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കൽ കൂടെ വായിച്ചാട്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ലെറ്റ്സ് റീഡ് വൺ മോർ ടൈം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും
അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തതയോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഭാഗങ്ങൾ ഇന്ന് രാവിലെ ദൈവജനത്തോട് ഞാൻ സംസാരിക്കുക. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ ജീവിതത്തിൽ നിന്ന് നൽകുന്ന ഒരു ആലോചന നമുക്ക് വായിപ്പാനായിട്ട് കർത്താവ് ഇടം നൽകി. ഞാൻ ആ ആലോചനയെ ഒരു പ്രബോധന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. It's an exhortation from a servant of God that's none other than David, the second king of Israel. ദാവീദിന് തൻ്റെ വായനക്കാരോട് അരുളി ചെയ്യുന്ന ഒരു പ്രബോധന ശബ്ദം. ഇറ്റ്സ് an exhortation. രണ്ടാമത്തെ ഭാഗം ദാവീദോ മറ്റു മനുഷ്യരോ ആരും അരുളി ചെയ്ത ശബ്ദമല്ല, സാക്ഷാൽ നമ്മുടെ രക്ഷകനും മശിഹായും നമ്മുടെ വീണ്ടെടുപ്പുകാരനും സൗഖ്യദായകനും നമ്മെ നടത്തുന്നവനുമാകുന്ന കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വാമൊഴിയായി തന്നെ അനുഗമിച്ചവരോട് താൻ കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ്, താൻ കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്, താൻ കൊടുക്കുന്ന ഒരു ക്ഷണമാണ്. ഐ ലൈക്ക് ടു പുട്ട് ദാറ്റ് അണ്ടർ എ ടൈറ്റിൽ, ഹല്ലേലൂയ, ഇൻവിറ്റേഷൻ. കർത്താവ് ഒരു ക്ഷണം കൊടുക്കുകയാണ്, ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മൂന്നാമത്തെ നാം വായിച്ചത് പത്രോസിന്റെ ലേഖനം, ഓതർഷിപ്പിനെ കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ലല്ലോ. കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ അഗ്രഗണ്യനെന്ന് ലോകം പേർ പറയുന്ന കർത്താവിന്റെ ദാസനാകുന്ന പത്രോസ് അപ്പോസ്തലൻ, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരു ടെസ്റ്റ് മണിയായി, ഒരു സാക്ഷ്യമായി പറയുന്ന ഒരു ശബ്ദമാണ് മൂന്നാമത്തെ ഭാഗങ്ങൾ വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായത്. എന്താണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രബോധനമായി ദാവീദും ഒരാഹ്വാനമായി കർത്താവാകുന്ന യേശുക്രിസ്തുവും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാക്ഷ്യവാചകങ്ങളായി അപ്പോസ്തലനായ പത്രോസും ഇന്ന് രാവിലെ തന്നെ ജനമാകുന്ന നമ്മോട് സഭയോട് അരുളി ചെയ്യുന്നത്, ഭാരമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, നെടുവീർപ്പുണ്ട്, നിരാശയുണ്ട്, നിലവിളികളുണ്ട്, നിലം പരിചാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. എന്നാൽ അതിന്റെ നടുവിലെല്ലാം ദൈവാത്മാ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാം ഭാരങ്ങൾ വഹിക്കുന്നവരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാവിലെ ഇവിടെ കടന്നു വന്നപ്പോഴും ഒരുപാട് വേദനകൾ കൂടെ കടന്നു പോകുന്നവരാ. വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ കുടുംബത്തിന്റെ ഭാരങ്ങൾ വഹിക്കുന്നവരുണ്ട്, ആരോഗ്യ മണ്ഡലങ്ങളിൽ അതിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക മണ്ഡലങ്ങളിൽ തകർച്ചകളിൽ കൂടെ പോകുന്ന ഭാരങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ താൻ ഇപ്രകാരം ഒരുപാട് ഭാരങ്ങൾ 11-ാം അധ്യായത്തിൽ താൻ കടന്നുപോയത് രേഖപ്പെടുത്തിയിട്ട് എന്നെ പലപ്പോഴും ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു ഭാഗമാ. താൻ പറഞ്ഞു, ദിവസേന ഇത് കൂടാതെ ദൈവസഭകളെ കുറിച്ചുള്ളൊരു ഭാരം കൂടെ എനിക്കുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എവിടെയാ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. താൻ പറയുന്നു അതിന്റെ 28-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, ഐ ഹാവ് ദ പ്രഷർ ഡെയിലി ഓൺ മീ കൺസേണിംഗ് ദ ചർച്ചസ്. നോക്കിയേ, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ നമ്മൾ സാധാരണയായിട്ടുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പറയും, പാസ്റ്റേ സ്ട്രെസ്സാ, ടു മച്ച് സ്ട്രെസ്, വിച്ച് ഈസ് ട്രൂ. Too much depression, which is true. Too much traumatic situations, ഇതൊക്കെ ശരിയാ. കർത്താവിന്റെ ദാസൻ 27 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറഞ്ഞിരിക്കുന്ന ഭാരങ്ങൾ, അതിൻ്റെ ഒരു ടൈറ്റിൽ പറയുകയാണ്, സ്തോത്രം, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ. So all those things that he mentioned above the passages, the verses,
He says that all those are something extraordinary. അസാധാരണമാണ്, unusual ആണ്. ഇതൊക്കെ ഞാൻ ഭാവിച്ചു, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഭാരമായി നിൽക്കുക. എന്നാൽ അതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഞാൻ എടുത്ത വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഡെയിലി പ്രഷർ ഓൺ മീ കൺസേണിംഗ് ദ ചർച്ചസ്. ദൈവവേലയെ കുറിച്ചൊരു ഭാരം, ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ളൊരു ഭാരം, ആരോഗ്യ നിലവാരങ്ങളെ കുറിച്ചുള്ളൊരു ഭാരം, അടുത്ത ദിവസം എന്തായി തീരുമെന്നുള്ളൊരു ഭാരം, പലതിലും കൈ കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോകുവാൻ ഒക്കുമോ എന്നുള്ള ചിന്താകുലങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, തലമുറകളുടെ ഇടർച്ചകൾ, അങ്ങനെ എല്ലാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ എങ്ങും എത്തും പിടിയും കിട്ടാതെ തപ്പിത്തടഞ്ഞ് അന്ധകാരം പോലെ പോകുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഇനി പ്രത്യാശയ്ക്ക് വകയുണ്ടോ എന്ന് തകർന്ന മനസ്സോടിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് കാണുമ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. അവരോട് പരിശുദ്ധാത്മാവ് ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളെ സകല ചിന്താകുലം എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ വിവാഹ ജീവിതത്തിലേക്ക് കൈ കൊടുക്കുമ്പോൾ ഉഭയസമ്മതം പറയുമ്പോഴെല്ലാം രണ്ട് സൈഡും പറയാറുണ്ടോ ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്, ഫോർ റിച്ചർ ഫോർ പുവറർ, ഇൻ ഹെൽത്ത് ഓർ ഇൻ സിക്നസ്. ഇതൊക്കെ രണ്ട് ഭാഗം എന്താ പറഞ്ഞത് അറിയാമോ? ജീവിതത്തിൽ ഏറ്റക്കുറിച്ചുകളുണ്ട്. എന്താണ് കൂടുതലായി ഭവിക്കുന്നത് പറയാനൊക്കത്തില്ല. ഒരു കുടുംബ ജീവിതത്തിൽ പോലും വേഴ്സായുള്ള സിറ്റുവേഷൻ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. പൂവറായിട്ടുള്ള സിറ്റുവേഷൻ കടന്നു വരാം, ദാരിദ്ര്യം വരാം, ബന്ധങ്ങൾ ഇടർച്ചകൾ വരുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിലെല്ലാം ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടി ചെയ്ത ഭാര്യ ഭർത്താക്കന്മാരോട് അരുളി ചെയ്യുന്നത് പോലെ ഉഭയസമ്മതം ചെയ്ത് ഉടമ്പടി ചെയ്ത് തന്റെ ജനത്തോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന കാലത്തോളം as long as you remain that covenant with me, എന്റെ ഉടമ്പടിയിൽ നിൽക്കുന്ന കാലഘട്ടത്തോളം എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? As long as you and me remain in the covenant that God has established for the people of God. This morning the Spirit of God is encouraging the people of God. I am there to take care of you. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. പ്രശ്നത്തിന്റെ ആൾ എന്റെ ദൈവത്തിന് വിഷയമല്ല. പരിധികൾ എന്റെ ദൈവത്തിന് വിഷയമല്ല. അതിന്റെ കാലഘട്ടവും കാലപ്പഴക്കവും എന്റെ ദൈവത്തിന് വിഷയമല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ കഷ്ടത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ? ഇയ്യോബ് എന്താ പറഞ്ഞതെന്നറിയാം? ഇയ്യോബ് 5:7, ഇയ്യോബ് the book of Job chapter 5 verse 7, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി. ഇയ്യോബ് ബുക്ക് ഓഫ് ജോബ് നിങ്ങളൊന്ന് വായിച്ചേ. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട്. വായിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ ഒന്നും തീ കത്തിക്കുന്ന പതിവില്ലല്ലോ. നാട്ടിലൊക്കെ കരിയിലൊക്കെ ഒന്ന് കൂട്ടി കത്തിച്ച് കഴിയുമ്പോൾ മേപ്പോട്ടങ്ങ് പോകുന്ന കാണാറുണ്ടോ? എല്ലാവരും അങ്ങ് ഇംഗ്ലണ്ടിൽ ജനിച്ചവരാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. നാട്ടിലൊക്കെ അങ്ങോട്ട് കത്തിക്കുമ്പോൾ അങ്ങ് പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചോണം. മനുഷ്യൻ ജനിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇനി 14:1 ഇയ്യോബ് 14:1 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോബ് 14:1, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും. ദാദിവായിട്ട് പാസ്റ്റർ വായിക്കുന്ന ഈ വാക്യം അങ്ങനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ. എല്ലാവരും ആ ഒരു പ്രോസസ്സിൽ കൂടെ ഭൂമിയിലേക്ക് വന്നവരല്ലേ? ആണോ? ആരും മുകളിൽ നിന്ന് വന്നവരല്ല. എല്ലാവരും അമ്മയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പെട്ടവരാ. സ്ത്രീ
പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും, തീപ്പൊരി കണക്കെയുള്ള ജീവിത സാഹചര്യവും കഷ്ടതയുടെ അനുഭവത്തിൻ്റെ നടുവിൽ ഞാൻ ഇന്ന് രാവിലെ വായിച്ച 3 വചനങ്ങൾ ദൈവത്തിൻ്റെ സഭയോട് അടിവരയിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വചനങ്ങളാ. ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി നന്ദിയോടുകൂടെ സ്തോത്രം. 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. വായിച്ച സങ്കീർത്തന ഭാഗം, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിപ്പാനായിട്ടിടയായി. വാക്യം മറ്റൊന്നുമല്ല, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇതാരെ എഴുതിയത്? ആരെഴുതിയത്? ദാവീദാ. എൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെ മക്കൾക്കറിയാമോ? ഒരു റിജക്റ്റഡ് ആയ സാഹചര്യം, ഒരു ഐസൊലേറ്റഡ് ആയ സാഹചര്യം. ഞാൻ ദാവീദിനെ ഉയർത്തി പ്രസംഗിപ്പാനായിട്ടല്ലേ സ്റ്റേജിൽ നിൽക്കുന്നത്. എന്നാൽ ഒരു ദൈവവിശ്വാസിയുടെ ദൈവവൈതലിനെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടെയാണ് ദാവീദ് കടന്നുപോയത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മലനാകുന്ന ഗോലിയാത്ത് വിശദീകരിക്കുന്നില്ല. വലിയൊരു വെല്ലുവിളിയായി തൻ്റെ മുൻപിൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ആ വെല്ലുവിളി എന്ന ഭാരത്തെ അതിജീവിപ്പാൻ തന്റെ ദാസന്റെ മേൽ ദൈവകൃപ കൊടുത്തു. താൻ അതിനെ അതിജീവിച്ചതും ആ ഭാരത്തെ പരാജയപ്പെടുത്തിയതും മറ്റൊറ്റ ആയുധ ശ്രേഷ്ഠതകൾ കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഏലാ താഴ്വരയിലേക്ക്, ഗോലിയാത്തിനടുക്കലേക്ക് ആ വലിയ ഭാരത്തെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ താൻ ഉപയോഗിക്കുന്ന നാമമുണ്ട്. നീ നിന്ദിക്കുന്ന നിന്റെ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ നാമത്തിൽ. ഇന്ന് രാവിലെ ആർക്ക് കരങ്ങളടിച്ച് റിസീവ് ചെയ്യാൻ കഴിയും? ഭാരം വരട്ടെ, വേദന വരട്ടെ, ഇന്ന് രാവിലെ ആർ യു റെഡി ടു മാർച്ച് ടുവേർഡ്സ് ദ പ്രോബ്ലം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്? യേശുവിന്റെ നാമത്തിൽ അതിനെ ഫേസ് ചെയ്യുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം അടുത്തത് രാജാവിന് തന്നോട് അസൂയ തോന്നി. അടുത്ത വലിയ ഭാരമായിരുന്നു ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് താൻ അനുഭവിപ്പാനായിട്ടിടയായതാ. ഇസ്രായേലിന്റെ രാജാവായി ഇശായിയുടെ ഭവനത്തിൽ നിന്നൊരു പുരുഷനെ കണ്ടെത്തുവാൻ തൈലക്കൊമ്പുമായി ശമൂവേലിനെ സ്വർഗം അയക്കുമ്പോൾ ആ വലിയ ഉത്സവം നടക്കുന്ന വീട്ടിൽ ആ ബാലനൊരു സ്ഥാനമില്ലാതെ കാട്ടിൽ അലഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ, ആടുകളെ മേയ്ക്കുന്ന സാഹചര്യത്തിൽ ഇശായിയോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരുത്തന്റെ മേൽ ആ തൈലം ഒഴിക്കരുത്. മക്കളെ മാറ്റി മാറ്റി നിർത്തിയിട്ടും ആരുടെ മേലും ഒഴിക്കുവാൻ പ്രേരണ കൊടുക്കാതിരുന്നപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇനി നിന്റെ ആൺമക്കൾ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഞാൻ പറയുവാൻ ഇച്ഛിക്കുന്ന ഒരു കാര്യമാ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് വേണ്ടി എൻ്റെ ദൈവം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് ദാവീദിന് വേണ്ടിയാണ് കാത്തു നിന്നത്. അവൻ വരുന്നത് വരെ ആ പ്രവാചകൻ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവായി ഇശായിയുടെ ഭവനത്തിൽ കാത്തു നിന്നെങ്കിൽ. സങ്കീർത്തനം എഴുതുമ്പോൾ താൻ പറഞ്ഞു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവേ നീ എന്നെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. രാജാവാകുന്ന ശൗൽ തൻ്റെ ജീവിതത്തിൽ അമ്മായിപ്പനായിട്ട് മാറി. എന്നാൽ ആ മരുമകൻ എന്നുള്ളൊരു ബന്ധമോ ആ വിലയോ കൊടുക്കാതെ വീണ്ടും പ്രതിബന്ധങ്ങളെ, പ്രയാസങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നു. കുന്നം പോലും ചാണ്ടി തന്നെ കൊല്ലുവാനായി നിരൂപിച്ച അനേക ഘട്ടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആ വെല്ലുവിളികൾ, ഭാരങ്ങൾ തന്റെ മുൻപിൽ. അടുത്ത തന്റെ ഭാര്യ മീകൾ, തന്റെ ദൈവത്തോടുള്ള വിശ്വാസത്തെ പരിഹർഷിക്കുന്ന ഒരു ഭാര്യ. ഭാരം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ വന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ മകൻ അബ്ശാലോം, ദൈവമക്കൾ ശ്രദ്ധിച്ചേ, ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? പദ്ധതികളൊക്കെ തയ്യാറാക്കി തൻ്റെ അപ്പനാകുന്ന ദാവീദിനെ ആ രാജസ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനാക്കി, കൊട്ടാരം വിട്ട, ചെങ്കോൽ വിട്ട, രാജകിരീടം വിട്ട, രാജസിംഹാസനം വിട്ട വീട്ടിൽ നിന്ന് കാട്ടിലേക്ക്
മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് താൻ രചിച്ച കമ്പോസ് ചെയ്ത ഒരു സങ്കീർത്തനമാ 55-ാം സങ്കീർത്തനം. നമ്മുടെ ഭാരം ഇതുമായിട്ട് എന്താ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളതാ? ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഇവിടെ വിഷയം ആരാന്നറിയാമോ? തനിക്കൊരു പ്രാണസ്നേഹിതനുണ്ടായിരുന്നു, ദൈവാലോചന പകർന്നു കൊടുക്കുന്ന അഹീത്തോഫേൽ. എന്താ സംഭവിച്ചെന്നറിയാമോ? തൻ്റെ മകനോട് ചേർന്ന് തന്നെ രാജസ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കുവാൻ ആലോചന കഴിച്ചതിൽ മുൻപന്തിയിൽ ആലോചനക്കാരനായി നിന്നതാരായിരുന്നു അറിയാമോ? അഹീത്തോഫേലായിരുന്നു. ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഈ ഭാരം എന്നുള്ള വിഷയത്തിൻ്റെ ആ ആധിക്യം ശ്രദ്ധിക്കണം. പല സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയ ഡിപ്രഷനിൽ നിന്നാ, പലതും ട്രോമയിൽ നിന്ന് എഴുതിയതാ. ദൈവമക്കളായി നമുക്ക് പലപ്പോഴും അതൊക്കെ ഒരു അപരിചിതമാകുന്ന പദമാണ് നമ്മുടെ നാവിലെടുക്കുമ്പോൾ. യെസ്, വി ഗോ ത്രൂ ദ ട്രോമ, വി ഗോ ത്രൂ ദ ഡിപ്രസ് സിറ്റുവേഷൻ. ദാവീദ് പലപ്പോഴും ആ സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോയപ്പോൾ ഡിപ്രഷനും ട്രോമയ്ക്കും എൻ്റെ ദാവീദിനെ തകർക്കുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല. ഇതൊക്കെ വന്നെങ്കിലും ദൈവത്തിലുള്ള അചഞ്ചലമാകുന്ന വിശ്വാസം പ്രതിസന്ധികളിൽ തന്നെ നിവര നിർത്തുവാനായിട്ടിടയായി. Praise the Lord. Praise the Lord. ഞാൻ ഈ ട്രോമ എന്നുള്ള പദം ഇവിടെ രാവിലെ വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കി. Things that you cannot control, unexpected events happening, untimely death, unexpected problems coming from different corners. ഒരുപാട് വിഷയങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യു ഹാവ് നോ കൺട്രോൾ ഓൺ ദോസ് സിറ്റുവേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ടേം. ആ ടേമിൻ്റെ അർത്ഥം എന്നറിയാമോ? എനിക്ക് നിയന്ത്രണമില്ലാത്ത സാഹചര്യങ്ങൾ. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, എനിക്ക് നിയന്ത്രണമില്ലെങ്കിലും സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ള എൻ്റെ സ്വർഗത്തിൽ അപ്പനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒറ്റൊരാൾ പോലും മൗനമായിട്ടിരിക്കരുത്. എനിക്ക് നിയന്ത്രണമില്ല, എൻ്റെ ജീവിത സാഹചര്യം എനിക്ക് നിയന്ത്രണമില്ല. എൻ്റെ ഭാര്യയുടെ മേൽ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ പണത്തിൻ്റെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കഴിയുന്നില്ല കർത്താവേ. എനിക്ക് നിയന്ത്രണമില്ലാത്ത സിറ്റുവേഷൻ, ഞാൻ ഡിപ്രഷൻ പറഞ്ഞ ഒരു മൂലയ്ക്ക് ഒതുങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള എന്റെ സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. വൈഡാമാന ശംദാരാജ രഗദവരഗ അർത്ഥനാദക ചസിയ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട്, it's true, it's fact, I have no control on the situations. I feel the Holy Ghost. ആത്മശക്തിയുടെ വ്യാപാരം ഇന്ന് മുതൽ നടക്കട്ടെ. നാളെ നടക്കുന്ന വിഷയത്തിന് മേൽ എനിക്ക് കൺട്രോൾ ഉണ്ടോ? പറഞ്ഞോ. Come on church. നാളെ ഞാൻ കടന്നു പോകേണ്ടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിന് മേലൊന്നും എനിക്ക് നിയന്ത്രണമില്ല. ഐ ഹാവ് നോ സേ. എനിക്കൊരു വാക്കില്ല, വഴിയില്ല. സ്തോത്രം. ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഇടപെടുകയാ. എന്റെ ദൈവത്തിന്റെ സംരക്ഷണ നിന്നെ കൊട്ടാരത്തിൽ മാത്രമല്ല. ദാവീദിനറിയാം, ഈ കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പ് അഡ്രസ് ഇല്ലാതെ കാട്ടിൽ അലഞ്ഞു കിടന്ന ഞാൻ ഈ കൊട്ടാരത്തിൽ സ്വർഗം കൊണ്ടുവന്ന് അഡ്രസ് തന്നെങ്കിൽ, ഈ കൊട്ടാരത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴും ഞാൻ തള്ളിക്കളയപ്പെടുന്ന സാഹചര്യം വന്നാലും നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക. എന്റെ ദൈവത്തിന്റെ വചനം ദാവീദിൽ കൂടെ ദൈവസഭയോട് പറയുന്നു, അത്ര പ്രശ്നം ട്രോമയിൽ കൂടുതൽ കടന്നു പോകുമ്പോൾ he is encouraging the people of God. He is exhorting the church this morning, cast all your burden upon me. Oh Rama Shetori Kamani Ande Legadaba Satunada Chasya. പ്രശ്നം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ, രോഗം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ,
ഒറ്റ കാര്യം ചെയ്താൽ മതി. ആത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോട് പ്രാപിച്ചവർ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? അന്യഭാഷയിൽ അന്യഭാഷ പ്രാപിക്കാത്തവർ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തുതി, സ്തോത്രം, ആരാധന. ഇന്ന് പകൽക്കാലം ഉയരുന്നെങ്കിൽ നിന്റെ പ്രതിസന്ധികൾ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? The glory of God will come down. The glory of God will come down. The glory of God will come down. ആരാധിക്കാം. ദൈവത്തിന് മഹത്വം കൊടുത്താട്ട. He knew he had no say. He had no control. But he looked unto God, the omnipotent, omniscient, omnipresent, eternal, powerful God, who shows up any moment of your life, no matter whether it is the daytime or the afternoon or the evening or the midnight or the early hours of the day. ഉഡമന കർത്തമന സന്ധാരാധ രഗദ ഭൗഷ്യ മനഹത്തേരി വക്ഷാല ബൗഡ ഉഡാലവാലവാല ഹന്തലാരബല അർത്ഥന രഗദവാരഗച്ഛസ്യ. റിസീവ് ഇറ്റ്. യേശുവിന്റെ നാമത്തിൽ ഒറ്റ ദൂതി ഭാഗത്ത് പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് നിയന്ത്രണമില്ലാത്ത മണ്ഡലങ്ങളിൽ ഇറങ്ങി വാഴുവാൻ കഴിയുന്ന അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. അതിനായി ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രസംഗം ഒഴിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അത് പിന്നെ ആയാലും തുടരാമല്ലോ. ഇന്ന് രാവിലെ ദാവീദ് പറയുകയാ, സ്തോത്രം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക. പന്ത്രണ്ടാമത്തെ വാക്യം തന്നെ അനുഭവം പറയുക. Psalm 55 verse 12. അതൊക്കെ വായിക്കുമ്പോൾ ആ 22-ാം വാക്യത്തിന്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലാകും. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. അമ്മായിപ്പൻ ശൗല് തനിക്കെതിരെ വന്നപ്പോഴും ഈ ഭാഗം താൻ എഴുതിയില്ല. തൻ്റെ ഭാര്യ എതിരായപ്പോൾ ഈ ഭാഗം താൻ എഴുതിയില്ല. ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, ജീവിതത്തിൽ കടന്നു പോകുന്ന കഠിന ശോധനകൾ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അപ്പനും അമ്മയും ഇശായുടെ ഭവനത്തിൽ ശമൂവേൽ പ്രവാചകൻ വരുമ്പോൾ സ്ഥാനം കൊടുക്കാത്തതിന് അപ്പനും അമ്മയ്ക്കും എതിരെ ഭാഗം എഴുതിയില്ല. ഈ ഭാഗം എഴുതിയെന്താ എതിരെയാണെന്നറിയാമോ? അനുഭവം. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്നെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല. ശത്രു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പകയ്ക്കുന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. 12-ാമത്തെ വാക്യം നാം അങ്ങനെ വായിച്ചെങ്കിൽ 13 verse 13 ആരാണെന്നുള്ളത് താൻ റെഫറൻസ് പറയുകയാണ്. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. ഓ റോമാശമാനഹത്തനാഥനാഥക. കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇത് മശീഹ സങ്കീർത്തനമാ. എന്നാൽ ഈ ഭാഗത്ത് ദാവീദ് തന്നോടുള്ള ബന്ധത്തിൽ, ഞാൻ പറഞ്ഞ സാഹചര്യം അല്പം മുമ്പ് പറഞ്ഞല്ലോ, താൻ കടന്നുപോയ സാഹചര്യം, നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. 14 verse 14 നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത പുരുഷാരമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. Praise the Lord. ദൈവത്തിന്റെ മക്കളെ, ഇനി 20-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്ന്, വേഴ്സ് 20-ലേക്കൊന്ന് വന്ന്. Praise the Lord. Verse 20.
തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തന്റെ സഖ്യത ലംഘിച്ചു വിരിക്കുന്നു. അഹീത്തോഫേലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആലോചന ഉണ്ടല്ലോ. ദൈവം ഇറങ്ങി വന്ന് മുന്നിൽ സംസാരിക്കുന്ന ആ അന്തരീക്ഷമായിരുന്നു. അങ്ങനെ അനുഭവിച്ച ദാവീദ് ഈ പ്രവാചകൻ തൻ്റെ മകനോട് ചേർന്ന് ഇപ്രകാരം കാര്യം ചെയ്തപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, തന്നോട് സമാധാനമായിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത ലംഘിച്ചു വിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം 21. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായതാ, ഹൃദയത്തിലോ യുദ്ധമത്രേ. പ്രൈസ്. അവന്റെ വാക്കുകൾ എന്നേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. എനിക്കതൊക്കെ വിശദീകരിക്കണമെന്നുണ്ടോ? എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ഇതങ്ങനെ നിൽക്കട്ടെ, നമ്മളാണെങ്കിൽ നമ്മുടെ 22-ാമത്തെ വാക്യം എങ്ങനെയായിരിക്കും? ഇന്ന് യോഗത്തിന് പോകുന്നില്ല. നമ്മുടെ വേഴ്സ് 22 എന്തായിരിക്കും? ഒന്ന് എഴുതിക്കോ, എഴുതണ്ട ഇപ്പം. എന്തായിരിക്കും നമ്മുടെ 22-ാമത്തെ വാക്യം? ഹലോ, നമ്മുടെ വേഴ്സ് 22 ഏതായിരിക്കും? കുറേ നാളായി. സ്തോത്രം. ഇതൊന്നും എനിക്ക് കൺട്രോളില്ല ഉള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. പക്ഷെ തനിക്കൊരു കൺട്രോൾ ലഭിക്കുന്ന, തനിക്കൊരു സ്വസ്ഥത ലഭിക്കുന്ന ഒരു ഇടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇടം ഉണ്ടായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞു, ഒരിടമുണ്ട്. നീ ആലയത്തിൽ തന്നെ വരണമെന്ന് വേണ്ട. സ്തോത്രം. ഞാൻ ഞായറാഴ്ച വരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരിടമുണ്ട്. എവിടെയാണെന്നറിയാമോ? Your husband may not be with you. Your wife may not be with you. Your children may not be with you. Your pastor may not be with you. Probably they may not know anything, the serious situation that you are going through. But this morning the Spirit of God is encouraging and exhorting the people of God. When you reach in certain situation that you have no control, the word of God asking, kneel down in the presence of God. Kneel down in the presence of God. Kneel down in the presence of God. നിനക്ക് ആരെയും ബോധിപ്പിക്കാൻ ഇല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരൻ, നിനക്ക് ആരെയും ബോധിപ്പിക്കണ്ട. എൻ്റെ ദൈവത്തിന്റെ മാലലുയ സന്നിധിയിൽ മുട്ടുമടക്ക. അർത്ഥന രഗജപ സന്തരാതകചതിയ. 2 ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും, 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, വീടിന്റെ ഏതെങ്കിലും മൂലയിൽ മുട്ടുമടക്കി ദൈവത്തോട് പറ, നിനക്കിതിന് മേലൊരു നിയന്ത്രണമുണ്ട്. പണം കൊണ്ട് ചെയ്യാനൊക്കാത്തതാ, പദവികൾ കൊണ്ട് ചെയ്യാനൊക്കാത്തതാ, ബന്ധങ്ങൾ കൊണ്ട് ചെയ്യുവാനൊക്കാത്തതാ. എന്റെ ദൈവത്തിന് കഴിയോ? കഴിയുമോ? Come on church. കഴിയുമോ? പുസ്തകം എടുക്കാതെ ഉൽപ്പത്തി 1:1 കാണാതെ പറഞ്ഞ ഉറക്കെ പറ. ഒരിക്കൽ കൂടെ നിങ്ങളെ എക്സസൈസ് ചെയ്യുകയും ചിന്തിക്കും. ഒന്നും കൂടെ ലൗഡർ ആയിട്ടാ. ആദിയിൽ വിശ്വസിക്കുന്നു. എന്തൊക്കെയാ ദൈവം സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും നമ്മെയും ചരാചരങ്ങളെയും സകലത്തെ സൃഷ്ടിച്ചല്ലോ. ആ സൃഷ്ടാവിന് സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ടോ? ഇന്ന് രാവിലെ അത്ര മാത്രം മതി. ഇനി വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമെന്ന് പൽക്കാലമില്ല. സൃഷ്ടാവാകുന്ന ദൈവത്തിന് ഒന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് സഭയോട് വിളിച്ചു പറയുന്നു, if you believe in Genesis chapter 1 verse 1. ആരോട് ആത്മാവ് ഇടപെടുകയാ? ആരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ? 1:1 പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ. രേഖാമാന ദിഗര ജഗനേ രഗതേ അർത്ഥന വൈഡമ സന്ധന റിബാലഗച്ഛസ്യ വൈഡാരവക്ഷ അധുന രഗജവ രബാലഗസ്യ അധുന വൈഡമ രവക്ഷന്തരാരവ.
ദിവസം പറയണം, ഒന്നിൻ്റെ ഒന്ന് കാണാതെ പറയണം, കർത്താവേ നിന്റെ മഹത്വത്താലും നിന്റെ വീര്യത്താലും എന്നെ ഉൾപ്പെടെ ഭൂമിയിലെ സകലത്തെയും നിർമ്മിച്ചവനെ. ഓ, you don't know the amount of the Holy Spirit that I'm feeling in this place. Hallelujah, 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 hallelujah. അവൻ സൃഷ്ടാവാ. സാഹചര്യത്തിന് മേൽ സൃഷ്ടാവിന് അധികാരമുണ്ടോ? ഉണ്ടോ? പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? പ്രിയപ്പെട്ടവർ പറഞ്ഞേ. ഓ ശാന ഹതുന രഗശസ്യ. പ്രസംഗത്തിന് 1/3 നിർത്തുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? ഉണ്ടോ? പിശാചിന്റെ ശക്തികളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? ആകാശത്തിന് മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുണ്ടോ? ആവിചാരം, മന്ത്രവാദം, ദുഷ്ടന്റെ സകല ശക്തിയുടെ മേൽ അധികാരമുണ്ടോ? ഉണ്ടോ. നീ കടന്നു പോകുന്ന രോഗങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? നിന്റെ തലമുറകളുടെ മേൽ സ്വർഗത്തിന് അധികാരമുണ്ടോ? നിന്റെ മാറാ രോഗങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? മറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിന് മേൽ ദൈവത്തിന് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ കരങ്ങളടിച്ച് റിസീവ് ചെയ്തോ. ആത്മശക്തിയിൽ റിസീവ് ചെയ്തോ. Receive it in the name of Jesus. We are worshiping a creator God. അഹിതോഫേൽ എന്താലോചന കൊടുത്താലും ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ആരാധിക്കാം. സാഹചര്യങ്ങളെ കൊണ്ട് പകച്ചു നിൽക്കുന്നവരായിട്ടല്ല. ഒരു 2-3 മിനിറ്റ് കൂടെ ഞാൻ എടുത്ത് പറയുന്ന കാരണം ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം. സമയത്തിൻ്റെ മേൽ, സ്പേസിൻ്റെ മേൽ, സ്കൈയുടെ മേൽ, മൗണ്ടൻസിന് മേൽ, വാലീസിന് മേൽ, ക്രൂക്കഡ് പാത്തിൻ്റെ മേൽ, സ്തോത്രം, എല്ലാ രോഗങ്ങൾ, തളർച്ചകൾ എല്ലാത്തിനും മേൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മനെ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാനിടയായി. എൻ്റെ ദൈവത്തിന് സമയം വിഷയമല്ല പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന് സമയം വിഷയമല്ല. റുഡാമനാദകക്ഷസ്യ. ദൈവമക്കളെ ഏറ്റെടുത്തോണം. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ബന്ധനസ്ഥനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആത്മാവിൽ ആരാധിച്ചപ്പോൾ എന്റെ ദൈവത്തിന് അർദ്ധരാത്രി വിഷയമല്ല. അർദ്ധരാത്രിയിൽ തന്നെ ജനത്തെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. എത്ര പേർക്ക് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഓ രാഷമന രഗതമന സന്ധരാധകക്ഷസ്യ. രാത്രിയുടെ 4-ാം യാമത്തിൽ തണ്ട് വലിച്ച പാടകം മുങ്ങുമാറാകുന്ന സാഹചര്യത്തിൽ ഓളങ്ങളും തിരമാലകളും ശക്തമായി പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ വെള്ളത്തിന്മേൽ നടന്ന തന്റെ ജനത്തിന്റെ അടുക്കലേക്ക് വരുന്ന പ്രഭാതത്തിന്റെ മണിക്കൂറുകളിൽ തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട. ഓ റീബാലകക്ഷസ്യ. പ്രഭാതത്തിന്റെ മണിക്കൂറുകളിൽ നിന്റെ പ്രശ്നമുള്ള മേഖലകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് പടകടിപ്പിച്ച് വല കഴുകി ഒന്നുമില്ലാത്തവനായി പോകുവാൻ കടന്നു വന്ന സമയത്ത് പടകിനെ ലോണായിട്ട് മേടിച്ച് അതിനകത്ത് കയറി വചനം ശുശ്രൂഷന് ശേഷം പത്രോസിനോട് സ്വർഗമത ശിഷ്യനായില്ല, ഹാലലു അല്പം മുന്നോട്ട് നീക്ക, വാഴത്തിലേക്ക് വല വീശാൻ പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം കടങ്ങി വന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ 9 മണി നേരം 10 മണി നേരം 8 മണി നേരം വല വീശാൻ പറ്റിയ സമയമല്ല. എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ പകലിന്റെ മണിക്കൂറുകളിൽ എന്റെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ഉച്ചയ്ക്ക് പറ്റുമോ? എൻ്റെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ
സൂര്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇരുണ്ടു. ചന്ദ്രൻ ഇരുണ്ടു. പ്രകൃതിശക്തികളൊക്കെ ഇരുണ്ടുപോയി. എൻ്റെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമോ? പ്രവർത്തിക്കുന്ന ദൈവം. സായാഹ്നം വരികയാ. ഗദരേസ് വന്നപ്പോൾ ഭൂതഗ്രസ്തനടുക്കലേക്ക് എത്തിയപ്പോൾ രാത്രിയായി, സന്ധ്യയായി. പ്രവർത്തിക്കാൻ ഒക്കുമോ? ദൈവമക്കൾ പറ, പ്രവർത്തിക്കാൻ ഒക്കുമോ? നിന്റെ സന്ധ്യായാമങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അല്പം കഴിഞ്ഞ് ശുശ്രൂഷ കടന്നപ്പോൾ യൂത്തിക്കോസ് താഴെ വീണു. പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? ജീവനോട് എഴുന്നേൽപ്പിക്കാൻ ഇടയായി. ഇന്ന് രാവിലെ ഒക്കുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാവിലെ വിശ്വസിക്കണം, എൻ്റെ 24 മണിക്കൂറിൻ്റെ ഏത് സെക്കൻഡിലും എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ശക്തനാകുന്ന ദൈവത്തെയാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സഭയും ആരാധിക്കുന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിന്റെ എല്ലാ ഡിപ്രഷനും നീ എൻ്റെ ത്തില്ല. നിന്റെ എല്ലാ രോഗത്തിന് നടുവിൽ നീ തളർന്നു പോകത്തില്ല. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ഒരു ദൈവം, തളർന്നു പോകാതെ നിർത്തുന്ന ഒരു ദൈവം, കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പകരുന്ന എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മന്ത്രിസഭകളിലൊക്കെ ഭക്ഷ്യവകുപ്പ് മന്ത്രി നിങ്ങൾക്കറിയാം ഉണ്ടല്ലോ. ഫോറിൻ അഫയേഴ്സ് ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. എല്ലാ മിനിസ്റ്ററും നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നിങ്ങളോട് ആരും പേരൊന്നും ചോദിക്കുന്നില്ല. വകുപ്പുകൾ അറിയാമോ? അറിയാവുന്ന കൈവയ്ക്കുക. വകുപ്പുകൾ അറിയാമോ? ഹലോ, എവിടെയെങ്കിലും നമ്മുടെ കേരള മന്ത്രിസഭയിൽ ഒരു അത്ഭുത മന്ത്രി എന്നുള്ള പൊസിഷൻ ഉണ്ടോ? എന്ത് മന്ത്രിയാ? ഉണ്ടോ? നിങ്ങളുടെ വരുന്ന രാജ്യത്ത് വല്ലതും ഉണ്ടോ? അമേരിക്കയിലുണ്ടോ? അത്ഭുത മന്ത്രിയുള്ള പൊസിഷൻ എങ്ങുമില്ല. എന്നാൽ ഈ പുസ്തകം ഒരു അത്ഭുത മന്ത്രിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൻ അത്ഭുത മന്ത്രി. പറഞ്ഞാട്ട, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്. ഞാൻ ആ വാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഇഷ്ടം വേറെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ പദമുണ്ട്, അത് അനുഭവമാക്കിയാൽ മതി. എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങളോട് ഇറങ്ങി വന്ന് ദൈവം പറഞ്ഞു എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറഞ്ഞോ, ഉറപ്പാന്നേ. പിന്നെ വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കരുത്. സമാധാനം ദൈവം തന്നാൽ ഈ വിഷയത്തിനൊക്കെ എന്തുണ്ട്? പരിഹാരമില്ല. ഇപ്പം സമാധാനം ദൈവം തന്നു കഴിഞ്ഞാൽ നാളെ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ? എൻ്റെ ആ പ്രശ്നത്തിന് എന്തായി പരിഹാരമായെന്ന് എൻ്റെ അർത്ഥം. ഇന്ന് രാവിലെ we all have different issues, but God is a powerful God. ഈ ആശ്വാസമില്ലാത്തടത്ത് സമാധാനമാണ്. പ്രയാസത്തിൽ നമുക്ക് വേണ്ടുന്ന സമാധാനമാണ്. ഭാരങ്ങൾ വേണ്ടി നമുക്ക് സമാധാനമാണ്. ആന്നല്ലോ. ആരാ സമാധാനം നൽകുന്നറിയാമോ? കർത്താവ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, നമ്മുടെ വിഷയത്തിൻ്റെ ഒരു 1/3 ഞാൻ ടച്ച് ചെയ്തിട്ടുള്ളൂ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല.